സൂചിപ്പാറയിലെ സൺറൈസ് വാലിയിൽ കടാവർ നായ്ക്കളുമായി ഇന്നും തെരച്ചിൽ തുടരും എന്ന് ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നു. ദുരന്തത്തിൽ അതിജീവിച്ചവരെ പങ്കെടുപ്പിച്ചുള്ള ജനകീയ തെരച്ചിൽ നാളെയാകും തുടങ്ങുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ശനിയാഴ്ച ദുരന്ത മേഖല സന്ദർശിക്കുമെന്നും വാർത്ത വരുന്നു. വിവരങ്ങളുമായി ദീപക് ധർമ്മടം തത്സമയം ചേരുകയാണ്. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, യഥാർത്ഥത്തിൽ ഈ സൂചിപ്പാറയിലെ തെരച്ചിൽ എങ്ങനെയായിരിക്കും? പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPG അന്വേഷണം തുടങ്ങിയോ? SPG ഇന്നലെ രാത്രി കോഴിക്കോടേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. SPG കേരള പോലീസുമായി വളരെ കൃത്യമായ കോർഡിനേഷനിൽ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. ഇന്ന് 3 പ്രധാനപ്പെട്ട വാർത്തകളാണ് പങ്കുവയ്ക്കാനുള്ളത്. സൺറൈസ് വാലിയിൽ കടാവർ ഡോഗുമായുള്ള തിരച്ചിൽ ഇന്നും ഹെലി ലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള രീതിയിൽ തെരച്ചിൽ നടക്കും. അത് ആർമിയുടെ കഥക് കമാൻഡോസ് ഉണ്ടാകും, ഒപ്പം തന്നെ കേരളത്തിൻ്റെ SOGയും ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ ജനകീയ തെരച്ചിലാണ്. ഒരുപക്ഷെ ലോകത്തിതാദ്യമായിരിക്കാം വിക്ടിംസിനെ, അതിജീവിക്കപ്പെട്ടവരെ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു തെരച്ചിൽ. അത് കേരള സർക്കാർ തീരുമാനിച്ചു. ഇന്നലത്തെ സബ് കമ്മിറ്റി, ക്യാബിനറ്റ് സബ് കമ്മിറ്റിയിലാണ് ഇത് തീരുമാനിച്ചത്. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. പ്രധാനമന്ത്രി എത്തുന്നതിനെ വലിയ രീതിയിൽ പ്രതീക്ഷയോടെ കേരളം കാണുകയാണ്. കേരള സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരുക്കങ്ങൾ നടത്തുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഈ ഘട്ടത്തിൽ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന സബ് കമ്മിറ്റി അംഗം കൂടിയായ റവന്യൂ മന്ത്രി K. രാജൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യം തെരച്ചിലിനെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. തെരച്ചിൽ എത്ര ദിവസം തുടരും? അല്ല, തെരച്ചിലിൻ്റെ ദിവസമല്ല, ഏതാണോ അവസാനം അതുവരെ തുടരും. അതിനകത്ത് നമ്മൾ ഇപ്പോൾ നേരത്തെ ദീപക് പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി ഏതെങ്കിലും വിധത്തിൽ നമുക്കറിയാവുന്നൊരു കേന്ദ്രം തിരയണം. കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് നേരത്തെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്നും സൺറൈസ് വാലി തുടരുകയാണ്. നമുക്ക് മനുഷ്യസാധ്യമല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ആളെ ഇറക്കി കടാവർ ഡോഗ്സിൻ്റെ സഹായത്തോടു കൂടിയിട്ടുള്ള തെരച്ചിൽ തുടരുന്നുണ്ട്. ഇനിയൊരു സ്ഥലം ഇത്രയും സന്നാഹത്തോടെയുള്ള തെരച്ചിൽ അവസാനം വരെ തുടരുന്നതാണ്. അതെ, അല്ല, ഞാൻ പറഞ്ഞു ഇത്രയും സന്നാഹത്തോടെ എന്നല്ല, ഏത് സന്നാഹമാണോ ആവശ്യം ആ വിധത്തിൽ പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ദുരന്ത മുഖത്തും കാണാത്തതുപോലെ നമ്മൾ ഈ നാളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ 8 മണി മുതൽ 1 മണി വരെയുള്ള തെരച്ചിൽ. അതിനകത്ത് ക്യാമ്പിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് പോയി സ്ഥലം കാണണം എന്ന് ചോദിക്കുന്ന ആളുകളെ അവർ വരണ്ട, അവരെ വാഹനങ്ങളിൽ നമ്മൾ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോകും. കൗൺസിലർമാരുടെ സാന്നിധ്യം ഉണ്ടാവും, ഭക്ഷണം ഉണ്ടാകും. നമ്മുടെ പിന്നെ രക്ഷാപ്രവർത്തകരോടൊപ്പം ക്യാമ്പിലുള്ള ഇതിന്റെ ദുരന്ത ബാധിതർ നേരിട്ട് തെരച്ചിൽ പങ്കെടുക്കും. രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളും ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു ജനകീയ തെരച്ചിൽ കേരളത്തിൻ്റെ മാത്രമല്ല നമ്മുടെ ഈ ദുരന്ത നിവാരണ ചരിത്രത്തിൽ ഇതുവരെ കാണാത്തതുപോലെ ഇന്ത്യയിൽ ആദ്യമായി അങ്ങനെ ഒരു പുതിയ സംവിധാനത്തിലേക്ക് കൂടി നമ്മൾ പോകുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി എത്തുകയാണ് ശനിയാഴ്ച. പ്രധാനമന്ത്രിയുടെ വരവിനെ കേരളം എങ്ങനെയാണ് കാണുന്നത്? എന്തൊക്കെയാണ് കാര്യം? വളരെ പ്രതീക്ഷയോടെ. കാരണം കേരളത്തിന് ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, കേരളത്തിന് ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു ചെറിയ രേഖ പോലും മുമ്പിലില്ല. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം, ഈ മണ്ണിൽ കാണുന്ന സാധാരണ മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അതിന് പ്രധാനമന്ത്രി അവിടെ ഇരുന്ന് കാണുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വന്ന് കാണുന്നതായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നം ദുരന്ത നിവാരണത്തിൻ്റെ ഒരു പൊതു മാർഗരേഖ അനുസരിച്ച് L3 പെടുത്തി കേരളത്തെ ഇക്കാര്യത്തിൽ പരിഗണിച്ചാൽ ഒരു വലിയ കാര്യമായി കിട്ടാവുന്ന മാക്സിമം സഹായങ്ങൾ സാധാരണ നിലയിൽ കിട്ടും. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വരവിനെ പോസിറ്റീവായി ഞങ്ങൾ കാണുന്നു. ഇതിലൊരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ തർക്കമോ വികാരമോ വിരോധമോ ഒന്നും കാണിക്കാതെ മലയാളം ഒരു മനസ്സായി 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ്. വരുന്നവരെ മുഴുവൻ സ്വീകരിച്ച് ഈ ദുരന്തത്തിൽ പെട്ടവരെ ഇത് നേരിട്ട് കണ്ടാൽ, പ്രധാനമന്ത്രി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ കേന്ദ്രത്തിന്റെ ഒരു വലിയ സഹായം, കാരണം ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. മാത്രമല്ല ഇതിനേക്കാൾ ചെറിയ ദുരന്തത്തിന് വലിയ കേന്ദ്ര സഹായം നേരത്തെ കിട്ടിയ അനുഭവങ്ങളുണ്ട്. അതിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ. നമ്മൾ ഒരു അവസാനത്തെ ഇതിപ്പോൾ കാണാത്ത ആൾക്കാരെ കൂടി കിട്ടും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ പോലെ കേന്ദ്രം സഹായിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം, ആ പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എന്തുണ്ടായാലും ഇല്ലെങ്കിലും ഒരാളെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വർത്തമാനത്തിൻ്റെ ഒരു കരുത്തതാണ്, ഒരാളെയും നമ്മൾ ഉപേക്ഷിക്കില്ല. വളരെ കൃത്യമായി പറയുന്നത്, ഒരാളെയും ഉപേക്ഷിക്കില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. കാരണം L3 വിഭാഗത്തിൽ, അതായത് ദുരന്തത്തിന്റെ ആഘാതം മനസ്സിലാക്കി ആ കാറ്റഗറിയിൽ പെടുത്തിക്കൊണ്ട് കേന്ദ്ര സഹായം ഉണ്ടാകണം എന്നുള്ളതാണ് കേരളത്തിന്റെ അഭ്യർത്ഥനയായി പറയുന്നത്.
താങ്ക് യു. ദീപക് തന്മടമാണ് റവന്യൂ മന്ത്രി കെ രാജനൊപ്പം ചേർന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച നമ്മുടെ ഈ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതോടെ കേന്ദ്ര സർക്കാർ കുറച്ചുകൂടി വിട്ടുവീഴ്ച ചെയ്ത് ഈ അപകട സമയത്ത് നമ്മുടെ സംസ്ഥാനത്തെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. കക്ഷി രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് വയനാടിനൊപ്പം അണിചേരുക എന്നുള്ളതാണ് ഈ സമയത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കരണീയമായ മാർഗം.